ഇപ്പോൾ ഇറാന്റെ യുദ്ധത്തിന്റെ പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള ഒരു ചർച്ച തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാനിലാണ് നടക്കുന്നത്. ഈ ചർച്ചയുടെ ഗതി എങ്ങനെയായിരിക്കും? ഇതിൽ നിന്ന് എന്ത് ഔട്ട്കം ആവും ഉണ്ടാവുക? ചർച്ച തുടങ്ങിയിരിക്കുമ്പോൾ അത് പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അതുപോലെ തന്നെ ട്രംപിന്റെ മരുമോൻ കൂഷ്ണർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അതെ. മറുപക്ഷത്ത് ഇറാനിൽ നിന്ന് വന്നിരിക്കുന്നത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും വിദേശകാര്യമന്ത്രിയാണ്. അതെ. അപ്പോ ഈ പ്രസൻസ് കാണിക്കുന്നത്, അതായത് ഈ വരുന്ന നേതാക്കന്മാർ, ഇതിനകത്ത് കൂഷ്ണറെ കണക്കൂടണ്ട. കൂഷ്ണർ ഒരു വെറും ബിസിനസ്സുകാരനാണ്. അതായത് ഈ യുദ്ധം കൊണ്ട് ഷെയർ മാർക്കറ്റ് കൂടുന്നതും കുറയുന്നതനുസരിച്ച് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കുന്ന വെറും വില കുറഞ്ഞ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ബിസിനസ്സുകാരൻ മാത്രമാണ് കൂഷ്ണർ. അയാൾ ട്രംപ് ഫാമിലിയെ റെപ്രസെന്റ് ചെയ്യുന്ന പറയാനാണ് കറക്റ്റ്, ഭരണകൂടത്തെക്കാണ് അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ. പക്ഷെ അമേരിക്കയെ യഥാർത്ഥത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് JD വാൻസ് ആണ്. JD വാൻസിന് അമേരിക്കയുടെ നയങ്ങളും ആവശ്യമാണ്. പക്ഷെ അദ്ദേഹം ട്രംപിന്റെ യുദ്ധത്തിന് ഇപ്പൊ ഇല്ലാത്ത ആളും കൂടിയാണ്. ട്രംപിന്റെ യുദ്ധത്തെ അനുകൂലിക്കാത്ത, ഇറാനോട് മാനുഷിക പരിഗണന കാണിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇറാന് താല്പര്യം വാൻസുമായിട്ട് കണച്ചെടുക്കണം. അപ്പോ ഒരർത്ഥത്തിൽ നേരത്തെ തന്നെ നമ്മൾ കുറച്ചാൾ മുമ്പ്, ഒരു 2 ആഴ്ച മുമ്പ് ഇറാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്, ഒരു കാര്യം മനസ്സിലാവും. ട്രംപുമായിട്ട് ഞങ്ങൾ ചർച്ചയ്ക്കില്ല, വാൻസ് വരുന്നെങ്കിൽ വരട്ടെ, ഞങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത് ലോകം മുഴുവൻ കേട്ടതാണ്. ആ അർത്ഥത്തിൽ ഈ ചർച്ച ഇറാന്റെ വലിയൊരു വിജയമാണ്. കാരണം വാൻസിനെയാണ് വിട്ടത്. ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. വാൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും ഇറാനിൽ നിന്ന് സമുന്നത നേതാക്കന്മാർ ചർച്ചയ്ക്ക് വരില്ല. കാരണം ഈ ചർച്ച ഏതെങ്കിലും വിധത്തിൽ ഗൗരവമുള്ള ചർച്ചയാവുന്ന ഒരിക്കലും ഇറാൻ പ്രതീക്ഷിക്കില്ല എന്നാണ് ഇതിന്റെ മീനിങ്. സമയം ഇസ്രായേലിന്റെ പ്രതിനിധി ചർച്ചയിൽ ഇല്ലെന്ന് ഓർക്കണം. അത് യുദ്ധം നടത്തുന്നത്, ഇറാനോട് യുദ്ധം നടന്നത് അമേരിക്ക ഇസ്രായേൽ ഒരുമിച്ചാണ്. ഇസ്രായേലിന്റെ പ്രതിനിധി ചർച്ചയ്ക്ക് വരുന്നില്ല, അമേരിക്കയുടെ പ്രതിനിധികൾ മാത്രമേ ഉള്ളൂ. അതിൽ ഇറാന് താല്പര്യമുള്ള പ്രതിനിധിയാണ് വരുന്നത്. കാരണം ഇറാന് മനസ്സ് തുറന്ന് സംസാരിക്കുകയും കാര്യം നടത്തും വിശ്വാസമായിട്ട് ഒരാളുടെ കാര്യം പറയണമെങ്കിൽ അത് അമേരിക്കയിൽ വാൻസ് മാത്രമേ ഉള്ളൂ. അമേരിക്കയിലെ പൊളിറ്റീഷ്യൻസ് നിരവധി പേര് നിലവിൽ ഇറാനോട് സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. കാരണം അമേരിക്ക നടന്ന യുദ്ധം തെറ്റായ യുദ്ധമാണെന്നും അത് മനുഷ്യാശിക്ക് എതിരായുള്ള യുദ്ധമാണെന്നും ട്രംപ് ഇപ്പോൾ ഒരു വാർ ക്രിമിനൽ ആണെന്നും മനുഷ്യത്വം ഇല്ലാത്ത യുദ്ധത്തിലേക്ക് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നും ട്രംപിന്റെ കുടുംബത്തിന്റെ ബിസിനസ് താല്പര്യങ്ങൾക്കായിട്ട് ഈ യുദ്ധത്തെ വഴിതിരിച്ചു വിടുവാണെന്നുള്ള ആരോപണം അമേരിക്കയിലെ ഡെമോക്രാറ്റ് രാഷ്ട്രീയക്കാർക്കിടയിലുണ്ട്, ചില റിപ്പബ്ലിക്കൻ രാഷ്ട്രീയക്കാർക്കിടയിലുണ്ട്. അതിൽ ട്രംപിനൊപ്പം ഭരണത്തിൽ നിൽക്കുന്ന, എന്നാൽ ട്രംപിനെതിരായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് JD വാൻസ്. അപ്പൊ JD വാൻസിനെയാണ് അമേരിക്കയുടെ ശരിയായ പ്രതിനിധിയായിട്ട് ഇറാൻ കാണുന്നത്. ആ വാൻസ് വന്നാൽ ചർച്ച ചെയ്യാം എന്ന് ഇറാൻ 2 ആഴ്ച മുമ്പ് തന്നെ പറഞ്ഞിടത്ത് വന്ന് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അമേരിക്ക ഊരാക്കുടുക്കിൽപ്പെട്ടതുകൊണ്ട് അമേരിക്ക യുദ്ധം നടത്തണം, അത് ഇറാൻ പറയുന്ന ടേംസ് അനുസരിച്ച് ആയിക്കോട്ടെ എന്നൊരു തോന്നൽ അമേരിക്കയ്ക്കുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നയം അമേരിക്ക കാണിക്കുന്നുണ്ട്. വാൻസിന്റെ പ്രസൻസ് അതാണ് കാണിക്കുന്നത്. മറുവശത്ത് ഇറാന്റെ വിദേശകാര്യമന്ത്രി, ഇന്ന് ഇറാന്റെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് ആ വിദേശകാര്യമന്ത്രി തന്നെയാണ്. അവരുടെ പ്രസിഡന്റ് IRGC അല്ല അവരുടെ മുഖം എന്ന് പറയുന്നത്. IRGC ഒരു വാർ ഗ്രൂപ്പാണ്. അവിടെ മൊത്തത്തിൽ 3 വാർ ഗ്രൂപ്പുകളുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഇറാന് 3 പട്ടാള വിഭാഗങ്ങളുണ്ട്. ഇറാന്റെ സ്വന്തം പട്ടാളമുണ്ട്, അതുപോലെ ചാവേർപ്പടയുണ്ട്, പിന്നെ IRGC ഉണ്ട്. പിന്നെ പാർലമെന്റ് ഇതിനെല്ലാം വെളി നിൽക്കുന്ന സംവിധാനമാണ്. പണ്ഡിതസഭ അല്ലെങ്കിൽ മതസഭ ഇതിനും വെളി നിൽക്കുന്ന സാധനമാണ്. അപ്പൊ ജനകീയമായിട്ടും അന്താരാഷ്ട്ര തലത്തിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ലോകത്തിന് മുന്നിൽ ഇറാനെ റെപ്രസെന്റ് ചെയ്യാനും വരുന്നത് അവരുടെ വിദേശകാര്യ വിഭാഗം തന്നെയാണ്. ആ വിദേശകാര്യ വിഭാഗത്തിന്റെ തലവനായിട്ടുള്ള വിദേശകാര്യമന്ത്രിയും അവരുടെ പാർലമെന്റിന്റെ ജനാധിപത്യത്തിന്റെ പ്രതിനിധിയായുള്ള സ്പീക്കറും, ഇവർ രണ്ടുപേരാണ് വന്നിരിക്കുന്നത്. പ്രസിഡന്റ് വന്നിട്ടില്ല, പ്രസിഡന്റ് വരുന്നുമില്ല. കാരണം അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെനിസ്വേലയിൽ മഡുറോയെ പിടിച്ചോണ്ട് പോയ പോലെ നാളെ ഇറാന്റെ പ്രസിഡന്റിനെ പിടിച്ചോണ്ട് പോയി എന്ത് ചെയ്യും? ആ ഒരു കാര്യമുണ്ട്. ഈവൻ വിദേശകാര്യമന്ത്രിക്ക് ഒരു ഇങ്ങനത്തെ ഭീഷണിയുണ്ട്. അമേരിക്കയായിട്ട് ചർച്ച നടത്താൻ പോയാൽ ഒന്നും ഒരിക്കലും ഒരു കാലത്തും വിശ്വസിക്കരുതെന്ന. കാരണം അവർക്ക് എന്തും കാണിക്കാം. മഡുറോയെ മോചിപ്പിക്കാൻ, അമേരിക്കയിലെ ജയിലിൽ കിടക്കണ മഡുറോയെ മോചിപ്പിക്കാൻ വെനിസ്വേലയ്ക്ക് പറ്റില്ലെങ്കിൽ ഇറാന്റെ നേതാവിനെ പിടിച്ചോണ്ട് പോയാലും പറ്റില്ല. പക്ഷെ അതല്ല സംഭവിക്കാൻ തോന്നുന്നു. കാരണം വാൻസിന്റെ പ്രസൻസ് കുറച്ച് മര്യാദയുള്ള, സംസ്കാരമുള്ള ഒരു പ്രസൻസ് ആയിട്ട് ഇറാൻ കാണുന്നു. അവിടെ ഇറാൻ അമേരിക്കയെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് വന്നത്. അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇറാന്റെ വിശ്വാസം നേടിക്കൊണ്ടുള്ള ചർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച പോസിറ്റീവാണ് എന്ന് നമുക്ക് പറയാം. പിന്നെ അമേരിക്ക 15ഓളം നിർദ്ദേശങ്ങൾ ഇറാന്റെ മുന്നിൽ വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സമ്പുഷ്ട യുറേനിയം ഇറാനിൽ നിന്ന് മാറ്റണം. 2, ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കരുത്. ഇത്തരം ഉറപ്പുകളാണ്. മറുവശത്ത് ഇറാൻ മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, 1, അമേരിക്ക അവരുടെ മുഴുവൻ സൈനിക സന്നാഹങ്ങൾ എടുത്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വിട്ടുപോകണം. ഇറാന് നഷ്ടപരിഹാരങ്ങൾ നൽകണം. ഇറാന്റെ വിദേശ ആസ്തികൾ തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു പെർമനന്റ് യുദ്ധമില്ലാ കരാർ, ഇനി ഒരിക്കലും ഇറാനെ ആക്രമിക്കില്ല എന്നുള്ള വ്യക്തമായ ഉറപ്പ് കൊടുക്കുന്ന
ഒരു കരാറ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനായിട്ട് ഒപ്പുവയ്ക്കണം. അത് ലോകത്തിന്റെ സാന്നിധ്യത്തിലാണ്, ലോകമാണ് ഗ്യാരണ്ടി കൊടുക്കേണ്ടത് എന്നുള്ള സംഭവമുണ്ട്. ഇതും പോരാതെ ഇറാന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഹോർമൂസ് കടലിടുക്കില് ടോൾ അവർ പിരിക്കും എന്നൊരാവശ്യം മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഹോർമൂസിലെ ടോള് എന്ന് പറയുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ചധികം ആവശ്യങ്ങൾ, ഒരു 10ഓളം ആവശ്യങ്ങൾ ഇറാൻ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ ചില ആവശ്യങ്ങൾ ഒരിക്കലും നടക്കില്ല. ഫോർ എക്സാമ്പിൾ, ഹോർമൂസിലെ ടോള് എന്ന് പറയുന്നത് ഈ ലോകത്തിന് പൊതുവിൽ അമേരിക്കയെക്കാളും ലോകത്തോട് ഉത്തരവാദിത്തം കാണിക്കുന്ന രാജ്യം ഇറാനാണ്. അവർക്ക് വേണമെങ്കിൽ പണ്ട് തന്നെ ഹോർമൂസ് ടോൾ ഏർപ്പെടുത്താമായിരുന്നു, അവർ ചെയ്തിട്ടില്ല. കാരണം ഹോർമൂസ് പൊതുവഴിയാണ്, അത് ഇറാനും അറിയാം, ഈ ലോകരാജ്യങ്ങൾക്കും മുഴുവൻ അറിയാം. അപ്പം എന്തിനാണ് ടോൾ എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്? അത് സമ്മർദ്ദതന്ത്രമാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ചർച്ച നടത്തുമ്പം അവർക്കറിയാം 10 നിർദ്ദേശം മുന്നിൽ വെച്ചാൽ 3 നിർദ്ദേശമേ പരിഗണിക്കുകയുള്ളൂ. അതിൽ തന്നെ 2-3 നിർദ്ദേശങ്ങൾ തീർത്തും തള്ളിക്കളയേണ്ടതായിരിക്കണം. അപ്പൊ മികച്ച നിർദ്ദേശങ്ങൾ മുന്നിൽ വെച്ച് തള്ളിക്കളയുന്നത് നല്ലത്, മോശം നിർദ്ദേശങ്ങൾ മുന്നിൽ വെച്ചിട്ട് തള്ളിക്കളയുന്നതാണ്. അപ്പൊ തള്ളിക്കളയാൻ വേണ്ടി കുറച്ച് നിർദ്ദേശം മുന്നിൽ വയ്ക്കും. അതിലൊന്നാണ് പൂർണ്ണമായിട്ടുള്ള നഷ്ടപരിഹാരം ഇറാന് കൊടുക്കണം, അതുപോലെ ടോൾ വാങ്ങും എന്നൊക്കെ പറയുന്ന അത്തരം കാര്യങ്ങളാണ്. അതായത് അമേരിക്കയ്ക്കോ ലോകത്തിനോ ഒരിക്കലും ഒരുപക്ഷെ അംഗീകരിക്കാൻ വയ്യാത്ത ഒന്ന് ഇത്തരം കാര്യങ്ങൾ. നഷ്ടപരിഹാരം ആർക്കും കൊടുക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടോൾ എന്നുള്ള സംഭവം അംഗീകരിക്കും തോന്നുന്നില്ല. പക്ഷെ ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ലെബനനിൽ നടക്കുന്ന യുദ്ധം, ലെബനിലെ ഹിസ്ബുള്ളക്കാരെ ആക്രമിക്കുന്ന, ലെബനീസ് ജനതയെ ആക്രമിക്കുന്ന, ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം, ഇതെല്ലാം നിർത്തുക. ഇസ്രായേൽ വേണം നിർത്താൻ. ഇസ്രായേലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ നിർത്തിയേ പറ്റൂ എന്ന് ഇറാൻ ശക്തിയായിട്ട് ആവശ്യപ്പെടും. പിന്നെ മറ്റൊരു കാര്യം, യുദ്ധം ഉണ്ടാക്കരുത്. ഇനി ഇറാനുമായിട്ട് വേറെ യുദ്ധം ഉണ്ടാക്കരുത്. ഇറാന്റെ പരമാധികാരം എന്തായാലും ഇവരെല്ലാം അംഗീകരിക്കണം. ഇറാന്റെ രാജ്യത്തിനകത്ത് ഇറാനാണ് പരമാധികാരം. അവിടെ ആര് ഭരിക്കുന്നു, റെജിം ചേഞ്ച് വേണോ വേണ്ടോ, ഇതെല്ലാം ഇറാൻകാരാണ് തീരുമാനിക്കേണ്ടത്. അതിനുള്ള അവരുടെ അധികാരത്തെ വേറെ ആരും കൈവയ്ക്കാൻ പാടില്ല. അമേരിക്ക ആവശ്യപ്പെടുന്ന അവിടെ റെജിം ചേഞ്ച് വേണം, ഞങ്ങളുടെ പാവ സർക്കാർ അവിടെ വേണമെന്നാണല്ലോ പറയുന്നത്. അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് ഇറാന്റെ നിലപാട്. അപ്പോ ആണവായുധം സംബന്ധിച്ച് ഇറാന് നേരത്തെ തന്നെ നിലപാടുണ്ട്. ഇറാൻ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന നിലപാടാണ്. മുൻപേ തന്നെ ആയത്തുള്ള ഖൊമൈനി പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോഴത്തെ ഖൊമൈനി എന്നല്ല, മരിച്ച ഖൊമൈനി അല്ല, അതിന് മുമ്പത്തെ ആള്. അദ്ദേഹം ഒരു ആയത്ത് പുറപ്പെടുവിച്ചിട്ടുണ്ട്, അത് ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആയത്തല്ല, ഫത്വയാണ്. ആയത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഖുറാനിലെ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പദമാണ്. ഒരിക്കലും അതല്ല, ഒരു ഫത്വ. അതായത് ഒരു മതമേധാവി പുറപ്പെടുവിക്കുന്ന മതപരമായിട്ടുള്ള നിർദ്ദേശമാണ് ഫത്വ. ആ ഫത്വ പ്രകാരം ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല. അത് ആണവായുധം മനുഷ്യരാശിയോടുള്ള ഒരു കാണിക്കുന്ന തെറ്റാണ്, നമ്മളതിന് പോകണ്ട എന്നൊരു നിലപാട് അവർ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇറാൻ എന്തിനാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ന് പറയുന്നത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് രാജ്യത്തിനും ആവശ്യമാണ്. അത് ഇറാനായാലും ശരി, ഇന്ത്യക്കായാലും ശരി, എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അപ്പോൾ സമ്പുഷ്ട യുറേനിയം കിട്ടാതിരിക്കുന്ന അവസ്ഥയിലാണ് മറ്റു ഊർജ്ജ സ്രോതസ്സുകൾ നോക്കിപ്പോകുന്നത്. അപ്പൊ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ആവശ്യമാണ്. അത് അവരുടെ ഊർജ്ജാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് ഇറാൻ മുന്നിൽ വയ്ക്കുന്ന കാര്യം. അതെ സാധ്യത കൂടി നമ്മൾ എല്ലാ വശവും നോക്കാമല്ലോ. ഒരു പക്ഷേ ഈ ഇപ്പൊ നടക്കുന്ന 2 സാധ്യതയുണ്ട്. ചർച്ച ഒന്ന് വിജയിക്കാമെന്നും ചർച്ച പരാജയപ്പെടുന്ന 2 സാധ്യതയാണല്ലോ ഉള്ളത്. അത് വിജയിക്കണമെങ്കിൽ ഇറാൻ മുന്നിൽ വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഇറാന്റെ വിദേശ ആസ്തികൾ അത് അമേരിക്ക തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. അതല്ല, ഇറാൻ തിരിച്ചു കിട്ടണമെന്നൊരു ആവശ്യം ഈ പറഞ്ഞ ഇറാന്റെ ഇപ്പോഴത്തെ നിർദ്ദേശങ്ങളിലുണ്ട്, 10ഓളം നിർദ്ദേശങ്ങളിൽ. അത് ഇറാൻ മുറുകെ പിടിക്കും. രണ്ടാമത്തല്ല, ആദ്യത്തേന്ന് തന്നെ പറയാം, ലെബനനിൽ ഇസ്രായേൽ നടന്ന ആക്രമണങ്ങൾ പരിപൂർണമായിട്ട് അവസാനിപ്പിക്കണം. കാരണം ഇസ്രായേല് എന്ന രാഷ്ട്രം പലസ്തീൻ എന്നുള്ള രാഷ്ട്രത്തിലേക്ക് കടന്നു കയറി പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജൂത കുടിയേറ്റങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ അടുത്ത ഘട്ടമായിട്ട് ലെബനനിലേക്ക് തുടങ്ങുകയാണ്. അപ്പൊ ലെബനിലെ ഭൂമി പിടിച്ചെടുക്കുന്നു, അങ്ങോട്ട് കുടിയേറ്റങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ മുഴുവൻ ലെബനിൽ അവർ പിടിച്ചെടുക്കാൻ സാധ്യത. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ലെബനിലേക്കുള്ള ജൂത അധിനിവേശം അവസാനിപ്പിക്കുക. അത് ഇസ്രായേലിന്റെ സൈനിക അധിനിവേശത്തിന്റെ രൂപത്തിലാണ് വരുന്നത്. കാരണം വേറൊരു രാജ്യത്തിനകത്തായതുകൊണ്ട് ജൂതിന് ചുമ്മാ പോയി താമസിക്കാൻ പറ്റില്ല. അപ്പൊ സൈനിക അധിനിവേശമാണ്. ആ സൈനിക അധിനിവേശം പൂർണ്ണമായിട്ട് നിർത്തുക, ഹിസ്ബുള്ളക്കാരെ ആക്രമിക്കരുത്, ലെബനെ ആക്രമിക്കരുത്. ഈ ഒരു നിർദ്ദേശം 1. 2, വിദേശ ആസ്തികൾ ഇറാൻ തിരിച്ചു കിട്ടണം. ഇത് രണ്ടും അമേരിക്ക അംഗീകരിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്താൽ ഈ യുദ്ധം അവസാനിക്കും. പിന്നെ അതിന്റെ ഒപ്പമുള്ള വേറെ ചില കാര്യങ്ങളാണ്, വേറെ യുദ്ധത്തിലേക്ക് പോകില്ല എന്നുള്ള ഉറപ്പ് കൊടുക്കണമെന്ന്. അങ്ങനെയെങ്കിൽ വിശ്വസനീയമായ ഒരു ഉറപ്പ് ഇറാൻ അമേരിക്കയ്ക്ക് ലോകത്തിനും കൊടുക്കേണ്ടി വരും. അത് ഇറാൻ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കില്ല എന്നുള്ളതായിരിക്കണം. അത് ലോകം സാക്ഷിയായിട്ട് റഷ്യയും ചൈനയും കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒന്നായിരിക്കണം. കാരണം അവരുടെ ഇറാനെ ആണവായുധം ഇല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയം എവിടുന്ന് കിട്ടുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അവർക്ക് ആ നാട്ടിൽ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ റഷ്യയോ ചൈനയോ ഒക്കെ ആയിരിക്കും ഇത് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സോഴ്സുകൾ എന്താണ്,
അതെങ്ങനെയാണ്, അതുപോലെ ആണവ നിർവ്യാപന കരാറിൽ അവർ ഒപ്പുവെച്ച രാജ്യം തന്നെയാണ്. എന്നിട്ട് ഈ അവസ്ഥ വന്നിരിക്കുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് സ്വന്തം ആണവ നിലയങ്ങൾ തുറന്നു കൊടുത്തിരിക്കുന്ന രാജ്യമാണ്. എന്നിട്ട് ദുരവസ്ഥ വന്നേക്കാണ്. ഇപ്പൊ ഇറാൻ ആവശ്യപ്പെടുന്ന ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ എന്തിന് ഇതനുഭവിക്കണം? പിന്നെ വേറെ രാജ്യങ്ങളുണ്ട്. ഇസ്രായേലിന്റെ കയ്യിലാണെങ്കിൽ ഏതാണ്ട് 400ഓളം അണുബോംബ് ഉണ്ടാവുന്നതാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അത് ലോകത്തിനറിയാം. പക്ഷേ ഇസ്രായേലിനെതിരെ ഒരു നടപടിയില്ല. പാകിസ്ഥാനിൽ അവരെ അണുബോംബുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. പാകിസ്ഥാന് അണുബോംബുള്ള ആർക്കും ഒരു പ്രശ്നമല്ല. ഇങ്ങനെ പല പല രാജ്യങ്ങൾ, ഇപ്പോൾ ജർമ്മനിക്ക് അണുബോംബുണ്ട് എന്ന് പുടിൻ പറയുന്നുണ്ട്. ജർമ്മനിയുടെ അവർക്ക് അണുബോംബ് ഉണ്ടാക്കാൻ പാകത്തിലുള്ള സാങ്കേതികതയാണ് അവർ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ജർമ്മനിയുടെ അണുബോംബ് നിർമ്മാണ ശേഷി നശിപ്പിക്കണ്ടേ? ഇത്തരം ചോദ്യങ്ങൾ മറുവശത്ത് ഉയർന്നു വരുവാണ്. അതെല്ലാം ബാർഗെയിനിങ്ങിന്റെ ഭാഗമാണ് ഇങ്ങനെ വരുന്നത്. എങ്കിൽ പോലും ഇറാൻ ഒരു കാര്യത്തിൽ അസംഘടിതമായിട്ട് മുന്നേ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അണുബോംബ് വേണ്ട. അവർക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് സമ്പുഷ്ടീകരിക്കാൻ ബുദ്ധിമുട്ടുമില്ല. അത് ലോകം പറയുന്നുണ്ട്, ഇറാനും പറയുന്നുണ്ട് സമ്പുഷ്ടീകരിക്കാൻ പറ്റും. പക്ഷെ സമ്പുഷ്ടീകരിച്ചാലും ആണവായുധം ഞങ്ങൾ ഉണ്ടാക്കുന്നല്ല ഇറാൻ പറഞ്ഞത്. ഉണ്ടാക്കില്ല, ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രമാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ആ നിർദ്ദേശത്തിൽ നിന്നുകൊണ്ട് ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്നൊരു ഉറപ്പ് അമേരിക്ക സമ്പാദിക്കേണ്ടി വരും. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ആണവായുധമായിരുന്നു പ്രശ്നം. അതുകൊണ്ട് ആണവായുധ പ്രശ്നത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു സൊല്യൂഷൻ അമേരിക്ക തയ്യാറാക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇറാൻ പിന്നെ ഹോർമുസ് ടോൾ പിരിക്കുന്ന കാര്യമൊക്കെ ഇത് ബാലിശമായ നിർദ്ദേശമാണ്. അങ്ങനെ അവിടെ ആർക്കും ടോൾ പിരിക്കാൻ പറ്റൂല, പാടില്ല. പക്ഷേ ഇറാൻ നിരവധി വാട്ടർ മൈൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാട്ടർ മൈൻസ് എല്ലാം മാറ്റേണ്ടി വരും. ഒരു എണ്ണക്കപ്പലും അവിടെ പോയി വാട്ടർ മൈനിൽ പൊട്ടിയിട്ട് പകരാൻ പാടില്ല. യുദ്ധക്കപ്പലുകൾക്ക് ഒന്നും പറ്റാൻ പാടില്ല. അതുകൊണ്ട് വാട്ടർ മൈൻ അവിടെ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇറാനിയൻ നേവിയുടെ അറ്റാക്ക് നടത്താൻ പാടില്ല. മറുവശത്തുള്ള റെഡ് സീ ഭാഗത്തേക്ക്, സൂയസ് കനാൽ വരുന്ന ഭാഗത്തേക്ക് ഹൂതികൾ അറ്റാക്ക് നടത്താൻ പാടില്ല. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരും. അതായത് ലോകത്തിന്റെ ഊർജ്ജ വ്യാപാരം, മറ്റു വ്യാപാരങ്ങൾ ഇതെല്ലാം തടസ്സമില്ലാണ്ട് നടക്കണം. അതിനുവേണ്ടി ടോൾ പിരിവ് പോലുള്ള കാര്യങ്ങൾ ഇറാൻ ഒഴിവാക്കേണ്ടി വരും. പിന്നെ ഇറാനുമുള്ള ഉപരോധങ്ങൾ സ്വാഭാവികമായിട്ടും ഈ കരാർ വന്നാൽ അമേരിക്ക പിൻവലിക്കേണ്ടി വരും. ഇറാനിയൻ ഓയിലൊപ്പം ലോക വിപണിയിലേക്ക് ഇറങ്ങും. അതിൽ അമേരിക്കൻ കമ്പനികൾക്കൊന്നും ആയിരിക്കില്ല അതിന്റെ വിപണനാവകാശം. അത് ഇറാൻകാർ തന്നെയായിരിക്കും നേരിട്ട് നോക്കുക. മിക്കവാറും IRGC എന്ന് പറയുന്ന റവല്യൂഷണറി ഗാർഡ്സിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരും അവരൊക്കെ തന്നെയായിരിക്കും ഈ എണ്ണ വ്യാപാരത്തിൽ ഉൾപ്പെടുന്നത്. കാരണം അവർ ഓൾറെഡി എണ്ണ വ്യാപാരത്തിലുണ്ട്, ഇറാന്റെ എണ്ണ വ്യാപാരത്തിൽ എന്നതുകൊണ്ട് അവരായിരിക്കും നോക്കുന്നത്. എന്നാൽ അമേരിക്ക ശ്രമിക്കുന്നത് ഈ കരാറിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ കമ്പനികൾക്ക് ഇറാനിലെ എണ്ണ വിൽപ്പനയുടെ മുകളിലൊരു നിയന്ത്രണം, മുഴുവനായിട്ടില്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും ഇറാന്റെ എണ്ണ വ്യാപാരത്തിലും അതിന്റെ എണ്ണവിലയായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളുടെ ഓഹരി നിയന്ത്രണത്തിലും കയറി ചെല്ലാൻ അമേരിക്ക ശ്രമിക്കും. ഡീൽ എന്ന് എപ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്നു, അതിന്റെ എപ്പോഴും അർത്ഥം വ്യാപാര ഡീൽ എന്നായിരിക്കും. മാത്രമല്ല ഇപ്പോൾ ഒരു യുദ്ധമില്ലാ കരാർ വന്നാൽ അതിന് തൊട്ട് പുറകെ ഇറാനുമായിട്ടൊരു വ്യാപാര കരാർ ഒപ്പുവയ്ക്കാനും ട്രംപ് ശ്രമിക്കും. അതിനുള്ള വാസ്തവത്തിൽ അത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ഈ യുദ്ധമൊന്നും വരില്ലായിരുന്നു. അത് അമേരിക്ക ചെയ്യുന്നതിന് പകരം ഇസ്രായേലിന്റെ ഉപദേശം ഉൾക്കൊണ്ട് എളുപ്പവഴി എന്നുള്ളതിലേക്ക് നേതൃത്വത്തെ തട്ടിക്കളയാം. അതോടുകൂടി അവിടെ ജനകീയ കലാപം വരും, പിന്നെ പ്രശ്നമില്ല, നമ്മൾ പറയുന്ന സർക്കാർ വരും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇപ്പോഴും ഒരു ഡോർ ഓപ്പൺ ആണ്. അത് വ്യാപാര കരാറുള്ള ഒന്നാണ്. വ്യാപാര കരാർ ഭാവിയിലേക്ക് ഉന്നം വെച്ചുകൊണ്ട് അമേരിക്ക ഇപ്പൊ തന്നെ ചർച്ച നടത്തുകയാണെങ്കിൽ ഈ യുദ്ധം അവസാനിക്കും, ഒരു കുഴപ്പമില്ല. എന്നാൽ ഒരു ഘടകം എല്ലാത്തിനും പ്രതികൂലമായിട്ട് നിൽപ്പുണ്ട്. അത് ഇസ്രായേലാണ്. ഇസ്രായേൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പാലിക്കാൻ ഇസ്രായേലിന് പറ്റും. ഇസ്രായേലിന്റെ ആവശ്യം യുദ്ധമാണ്. കാരണം എപ്പോൾ യുദ്ധം അവസാനിക്കുന്നോ, എപ്പോൾ സമാധാനം വരുന്നോ, അതോടുകൂടി ഇസ്രായേലിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയ യുദ്ധം ആരംഭിക്കും. നിലവിൽ നെതന്യാഹു എന്ന് പറയുന്ന വ്യക്തി ഒരു കുറ്റവാളിയാണ്. അദ്ദേഹത്തിന് അഴിമതി ആരോപണമുണ്ട്, തട്ടിപ്പിന്റെ ആരോപണം, സ്വജനപക്ഷാപത്തിന്റെ ആരോപണമുണ്ട്, ഫണ്ട് വെട്ടിപ്പിന്റെ ആരോപണങ്ങളുണ്ട്, നിരവധി ആരോപണം ഉന്നയിക്കുകയാണ്. അയാൾ ഇന്നോളം കാണിച്ച അഴിമതികൾക്ക് അയാൾ ജയിലിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നത്. മാത്രമല്ല വൈകാതെ ഇലക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ ഈ കരാർ ഒപ്പുവെച്ചാൽ നെതന്യാഹു രാഷ്ട്രീയ പരാജയമാവും, അയാളുടെ പാർട്ടി പരാജയപ്പെടും, അധികാരത്തിൽ വരുന്ന അടുത്ത ഗവൺമെന്റ് ഇയാളെ പിടിച്ച് ജയിലിൽ വിടും. ഇത് ഉറപ്പാണ്. അപ്പൊ ഇയാളെ ശ്രമിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇലക്ഷൻ വരെ യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക. അങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് ആ യുദ്ധത്തിന്റെ പേരും പറഞ്ഞ് ഒരു കപട ദേശീയ ബോധം ഇസ്രായേലി ജനതയ്ക്കിടയിൽ ഉദ്ദീപിപ്പിച്ച് അടുത്ത ഇലക്ഷൻ ജയിച്ചിട്ട് വീണ്ടും ഭരിക്കുക. അങ്ങനെ അദ്ദേഹത്തിന് ജയിൽ കിട്ടുന്ന ഒഴിവാക്കുക. അപ്പോ അധികാരം ഉണ്ടെങ്കിൽ അന്വേഷണം അവിടെ നിഷ്പക്ഷമായിട്ടൊക്കെ നടക്കുന്നതാണ്. വേണമെങ്കിൽ പ്രസിഡന്റിനെ തന്നെ അവർക്ക് പിടിച്ച് ജയിലിടാനൊക്കെ പറ്റും, പറ്റാകിയൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും അയാൾക്ക് കുറെ സ്വാധീനിക്കാൻ പറ്റും. അയാൾ ജയിലിൽ പോകാതിരിക്കാനും അധികാരം നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ പെടാപ്പാട് വിടുന്നത്. അത് നെതന്യാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണ്? ഒന്ന്, അഴിമതി കേസിൽ ജയിലിൽ പോകാൻ നിൽക്കുന്ന ഒരു നെതന്യാഹുവും കൊച്ചു പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ഏത് നിമിഷവും വിചാരണ നേരിടേണ്ടി വരുന്ന ഒരു ട്രംപുമാണ് ഈ ലോകത്തിന്റെ യഥാർത്ഥ പ്രശ്നം. ഒരു കാമഭ്രാന്തനും ഒരു അഴിമതി വീരനും എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റായി. ഈ ലോകത്തെ രണ്ട് രാഷ്ട്രങ്ങളുടെ മുഴുവൻ മഹത്വത്തെയും നശിപ്പിച്ച്
ആ രാഷ്ട്രങ്ങളെ മുഴുവൻ നാണം കെടുത്തി ഈ ലോകത്തെ യുദ്ധത്തിന് മുൾമുനയിലാക്കിയിരിക്കുന്ന രണ്ട് നേതാക്കന്മാര്, നെതന്യാഹുവും ട്രംപും. ഇത്തരത്തിലുള്ള രണ്ട് വ്യക്തികൾ. ഈ കഴിഞ്ഞ ദിവസം മെലാനിയ ട്രംപ് പുതുതായിട്ട് ഒരു വീഡിയോ കോൺഫറൻസില്ല, അവര് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി, മീഡിയയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു, ഔദ്യോഗികമായിട്ട് തന്നെ അവർ വന്നു. അമേരിക്കൻ പ്രസിഡന്റ് അറിയാതെ അമേരിക്കൻ പ്രസിഡന്റ് ഭാര്യ പരസ്യം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിലവർ പറയുന്നുണ്ട്, എനിക്ക് എപ്സ്റ്റീനുമായിട്ട് അങ്ങനെ പരിചയങ്ങളില്ല, ഞാനല്ല ഡൊണാൾഡിനെ പരിചയപ്പെടുത്തും തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അതായത് അദ്ദേഹം കുറ്റവാളിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാര്യം? അമേരിക്ക ഒരു കരാറിന് വേണ്ടി പാകിസ്ഥാനെ മീഡിയേറ്റ് ചെയ്തുകൊണ്ട് ഇറാനുമായിട്ട് ചർച്ച നടത്താൻ തുടങ്ങുന്നതോടെ വേറെ കുറെ കോണുകളിൽ നിന്ന് എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ട് മെലാനിയ ട്രംപിന്റെ ഉൾപ്പെടെ പേരുള്ള ആരോപണങ്ങൾ പുതുതായിട്ട് പൊങ്ങി വരുന്നു. അത് ലോകം മുഴുവൻ പരക്കും. അമേരിക്കയിൽ നിരവധി പേർക്കിടയിലേക്ക് ഇത് കിട്ടുന്നു. അത് ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെടുന്നു, പ്രൈവറ്റ് മെസ്സേജായിട്ട് പ്രചരിക്കുന്നു. ട്രംപ് കുടുംബം മുഴുവൻ പ്രതിക്കൂട്ടിലാവുന്ന ഒരു പുതിയ അവസ്ഥയാണ്. കാരണം എന്താ? മെലാനിയ ട്രംപോ മറ്റോ ആണ് എപ്സ്റ്റീനെ കൊണ്ടുപോയി ഡൊണാൾഡ് ട്രംപിനെ പരിചയപ്പെടുത്തുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് മെലാനിയ ട്രംപ് എപ്സ്റ്റീൻ തമ്മിലുള്ള ബന്ധം? ഇവര് തമ്മിൽ അതിരുവിട്ട ബന്ധങ്ങളുണ്ടോ? അവിടെ ഇവര് വിശ്വാസവഞ്ചകയാണോ? അല്ലെങ്കിൽ ഇവർ എന്തിന്റെ ഏജന്റ് ആയിരുന്നു? അമേരിക്കൻ അധികാര രാഷ്ട്രീയം ഇങ്ങനെ അധപ്പതിച്ചു പോയതിന് പുറകിൽ മെലാനിയുടെ പങ്കെന്താണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ പോയി ഉയർന്നു വരുവാണ്. ഇതോടുകൂടി മെലാനിയ പ്രതിക്കൂട്ടായി. അവർക്കൊരു പത്രസമ്മേളനം നടത്തേണ്ടി വരും. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, എത്ര വലിയ വിശ്വാസമുള്ള ധാരണക്കരാർ ഒപ്പിട്ടാലും ഏത് നിമിഷവും തകർന്നടിയാൻ സാധ്യതയുണ്ട്. കാരണം ഇസ്രായേലിനെ നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റും കൂടി ട്രംപ് കുടുംബത്തിനെതിരെ ഇതുവരെ പുറത്തു വരാത്ത ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. പുതിയ ആരോപണം എന്ന് പറയാൻ പറ്റില്ല, അതെല്ലാം അവിടെ ഉള്ളത് തന്നെയായിരിക്കും, ലോകം അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ആരോപണം കൊണ്ടുവന്ന് അവരെ സമ്മർദ്ദത്തിലാക്കി മുൾമുനയിലാക്കി ഈ സമാധാനക്കരാർ അട്ടിമറിച്ച് വീണ്ടും ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയല്ലേ എന്ന് സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നടത്തുന്ന ചർച്ചകൾ എത്ര ദിവസമായി ഇത് നമുക്കറിയില്ല. ഇതൊരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. കാരണം ട്രംപിന്റെ താല്പര്യമില്ലാത്ത നേതാവാണ് ട്രംപ്. ട്രംപിന്റെ ജീവിതത്തിലെ താളപ്പിഴകൾ, അയാളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഇനി മെലാനിയും പുള്ളി എന്നുള്ള പുതിയ പ്രശ്നങ്ങൾ വെളി വരുമെന്ന് സംശയമുണ്ട്. കാരണം ഈ മെലാനിയ നടത്തിയ പത്രസമ്മേളനം പലതിലേക്കുള്ള വിരൽ ചൂണ്ടിയാവാൻ സാധ്യതയുണ്ട്. മെലാനിയെ ആണോ ഇത്തവണ ഇവര് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സംശയമുണ്ട്. മെലാനിയെ ബ്ലാക്ക്മെയിൽ ചെയ്താൽ ഒരുപക്ഷെ ട്രംപിന്റെ പല രഹസ്യങ്ങളും ഇനി വെളി വരും. അങ്ങനെ വന്നാൽ ട്രംപിന് വീണ്ടും മിസൈൽ എടുത്ത് ടെഹ്റാനിലേക്ക് അയക്കേണ്ടി വരും, വീണ്ടും യുദ്ധം തുടങ്ങേണ്ടി വരും, പഴുതിനൊക്കെ രൂക്ഷമായിട്ടുള്ള യുദ്ധം തുടങ്ങിയെന്ന് വരും. ഇത്തരം ഒരു പ്രശ്നമാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നടത്തുന്ന ഏതൊരു വലിയ ചർച്ചയുടെയും മുഴുവൻ അന്തസ്സത്തെ നശിപ്പിക്കാനും വിശ്വാസം നശിപ്പിക്കാനും ലോകത്തെ അടുത്ത സമാധാനങ്ങളിലേക്ക് തള്ളിവിടാനും പുതിയ യുദ്ധം ആരംഭിക്കാനും അധിക സമയമൊന്നും എടുക്കില്ല. ഇതായിരിക്കും അവസ്ഥ. ഇത് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അതെ അതെ. ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധമാണ്. ചർച്ച വിജയിച്ചാലും ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഈ തന്ത്രം, ട്രംപ് കുടുംബത്തെ സമ്മർദ്ദപ്പെടാൻ തന്ത്രം വിജയിച്ചാലും യുദ്ധമാണ്. അപ്പൊ സമാധാനക്കാർ ഒപ്പിട്ടാൽ പോലും വീണ്ടും യുദ്ധം വരാം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ട്രംപ് ഫാമിലിയും ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. നെതന്യാഹുവിനെ വിശ്വസിക്കേ വേണ്ട. ഒരു കാര്യത്തിൽ വിശ്വസിക്കാം, ഈ ചർച്ചയെ പാര വയ്ക്കുന്നുള്ള കാര്യത്തിൽ 100% ഇസ്രായേലിനെ നെതന്യാഹുവിനെ വിശ്വസിക്കാം. അക്കാര്യത്തിൽ മാത്രം അവർക്ക് വലിയ വിശ്വാസമുണ്ട്. വളരെയധികം ഇതാണ് അവസ്ഥ.